അവന്റെ ബർത്ത്ഡേയാണ്. ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത്. അപ്പൊ നമ്മളത് വായിക്കുന്നത് ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതപ്പന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കിച്ചു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇംഗ്ലീഷിലായതും കിച്ചു ആ വീട്ടിലേക്ക് ചെല്ലാത്തതും കിച്ചുവിന്റെ അച്ഛന്റെ വീട്ടുകാര് രേണുസുതിയെ വിളിച്ച് ഋതപ്പനെ വിഷ് ചെയ്തതും ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. രേണുസുതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തുവാ പ്രശ്നം? അവൻ അവന്റെ അനിയനെ വേണ്ടിയിട്ട് ഒരു വിഷ് ഇട്ടു. അത് നിങ്ങളെ സൈബർ ബുള്ളിന് ഇട്ട് കൊടുക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞങ്ങള് എല്ലാവരും ചെയ്യുന്നതാണ് സ്വന്തം ബ്രദേഴ്സിന്റെയോ സിസ്റ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ ഫാമിലിയുടെയോ ആരുടെയും ബർത്ത്ഡേക്ക് അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇടുക എന്നുള്ളത് അത് ഇത്ര വലിയ വിവാദമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാധനത്തിന് വരാൻ എനിക്കറിയാം. എന്ത് സാധനത്തിലാണെന്ന് അവനെ കളക്ടർമാരോടാണ് ഞാൻ അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാധനത്തിലാണെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരേണ്ടതൊന്നും ആരും പറഞ്ഞില്ല. കാരണം അത് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ കിടക്കിയിട്ടില്ല. പിന്നെ എന്ത് സാഹചര്യമാണുള്ളത്? ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ സൈബർ ബുള്ളിങ്ങിന് കൊടുത്തതല്ല. ഇപ്പൊ എല്ലാരും ഇട്ട് അലക്കുന്നുണ്ടത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു, ഞാൻ രാഹുലിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി. ഇപ്പൊ നിങ്ങക്ക് അവൻ എന്നെ സൈബർ ബുള്ളിന് ഇട്ട് കൊടുക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ചെയ്തോണ്ടിരുന്നത് എന്തുവാ? അവന് റീച്ച് ഉണ്ടാക്കി കൊടുത്തതാണോ? ഓരോ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട കാര്യം പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ട് ആ ചെറുക്കനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുമല്ലേ നിങ്ങൾ ഇത്രയും നാള് ചെയ്തോണ്ടിരുന്നത്? ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും കാലം നോക്കി വളർന്ന മകൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല, ഇല്ലേ? ഓർമ്മയുണ്ടോ? അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്തുവായിരുന്നു? നിങ്ങൾ എന്തിനാണ് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടത്? അവനെ സൈബർ ബുള്ളിങ് ഇട്ട് കൊടുക്കണം, അത് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതിലും നിങ്ങൾ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും അവനെ സൈബർ ബുള്ളിങ് ഇട്ട് കൊടുത്തു. അതിലൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. അവൻ തിരിച്ച് എന്തേലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അത് വലിയ പ്രശ്നമാണ്. അതും കുത്തിപ്പിടിച്ചോണ്ട് ഇങ്ങ് വരും, കണ്ടോ 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 എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ഇതിപ്പോ എനിക്ക് എന്തോ ആവാ, നാട്ടുകാർക്കൊന്നും ആയിക്കൂടാ എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പോക്ക്. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് നീ അറിയാം. അത് ഞാനല്ല അറിയേണ്ടത്, ഋതപ്പനാണ് അറിയേണ്ടത്. ഋതപ്പൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല, ഋതപ്പനൊന്നും മനസ്സിലായിട്ടില്ല. കാണാൻ ഋതപ്പൻ ഇതൊന്നും വായിക്കും അറിയില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതോ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ ഒരുപക്ഷെ നിനക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. ഋതപ്പനിവിടെ ഇത് പുട്ടിന് പീരി ഇടുന്ന പോലെ ഋതപ്പ ഇവിടെ വാ എന്നിട്ട് എന്തേലൊക്കെ പറയും, ഋതപ്പ എനി നീ പൊക്കോ. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പ്രസംഗിക്കും, ഋതപ്പ എവിടെ വാ. എന്തിനാ ആ കൊച്ചിനെയും കൂടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്നത്? ഓർക്കണം, നമ്മൾ എത്ര അകലെയായാലും നമ്മൾക്കിടയിൽ എന്ത് സംഭവിച്ചാലും എന്റെ ഹൃദയത്തിൽ നിനക്ക് എപ്പോഴും വ്യത്യാസം. എന്തിനാ ഇങ്ങനെയൊക്കെ? നീ അവന് മനസ്സിലാകുന്ന രീതിയിൽ നിനക്ക് ഇവിടെ വന്ന് അവനെ കാണാം. അവന്റെ സ്വന്തം ചേട്ടനാണ്. ഞാനും നീ തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഋതുവിനോട് പറഞ്ഞിട്ടില്ല നിന്റെ ചേട്ടനല്ലെന്നോ, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു വ്യക്തിത്വത്തിൽ പറഞ്ഞ ആൾക്കാർ. ഇതിനാണ് ഇങ്ങനെയൊക്കെ ആ കൊച്ചിന് ഒന്നും അറിയാത്ത കൊച്ചിനോട് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടെ വന്ന് നിന്റെ അനിയനെ കാണുന്നതിന് ഒരു വിരോധമില്ല. ഞാനും നീ തമ്മിലാണ് പ്രശ്നമില്ല. അത് ഞാനും നീ തമ്മിൽ അത് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നോക്കിയോ എടുക്കാൻ മതി. ഈ കൊച്ചിനോട് എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് എല്ലാം കൂടെ സൈബർ ബുള്ളിങ്? അപ്പൊ ഞാൻ സൈബർ ബുള്ളിങ്ങിനെ കൊടുത്തു എന്ന് പറഞ്ഞാണ് എല്ലാവരും കലക്കുന്നുണ്ട് ഈ പോസ്റ്റ്. മനസ്സിലായി? ഈ കൊച്ച് 7 വയസ്സുള്ള കുഞ്ഞിന് എങ്ങനെ അറിയാല്ല, എങ്ങനെ മനസ്സിലാക്കാനാ? നീ നിനക്ക് ഫോണുണ്ടല്ലോ, നിനക്ക് പോസ്റ്റ് ഇടാൻ നിനക്ക് ഒരു വീഡിയോ. സമ്മതിക്കുന്നു, കൊച്ചിനത് വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ നിനക്ക് ഈ വീട്ടിലോട്ട് വരാന്നൊക്കെ. എങ്ങനെ അവൻ ആ വീട്ടിലോട്ട് വരും? ആ വീട് കിച്ചുവിനും കിച്ചുവിന്റെ അനിയൻ ഋതപ്പനും അമ്മയായ നിങ്ങൾക്കും ഉള്ളതാ, സമ്മതിക്കാം. പക്ഷെ അവിടെ ആട്ടിപ്പേരെ കിടക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. ഇവർക്കൊന്നും കിച്ചുവിനെ ഇഷ്ടമല്ല എന്ന് കിച്ചുവിനെ അറിയാം. പിന്നെ എന്തിന്റെ ഇതിലാണ്
അവൻ ആ വീട്ടിലോട്ട് വരിക? നിങ്ങളുടെ വീട്ടുകാർ അവൻ അപമാനിച്ച് ഇറക്കി വിടത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ വാ 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 എന്ന് പറഞ്ഞിട്ട്, എന്തിന്? അപമാനിച്ചു വിടാനോ? ആ മടി കൊണ്ട് തന്നെയാണ് ആ ചെറുക്കൻ അങ്ങോട്ട് വരാത്തത്. അവൻ അറിയാം ആ വീട്ടിൽ പോയ എന്ത് വില കിട്ടുന്നുള്ളത്. കൊച്ചിന്റെ ഹാപ്പി ബർത്ത്ഡേ പറയാലോ. പക്ഷെ സുധിച്ചേട്ടന്റെ വീട്ടുകാര്, അതായത് ചേട്ടത്തിയും സുധിച്ചേട്ടന്റെ അമ്മയും, അതായത് ഈ കൊച്ചിന്റെ വലിയച്ഛനും വല്യമ്മയും അച്ഛമ്മയും ഇന്ന് വിളിച്ചല്ലോ, വീഡിയോ കോൾ ചെയ്തല്ലോ. അവർക്ക് ഇവനോട് ഉള്ള സ്നേഹം അവര് കാണിക്കും. ഒന്നും അല്ലെങ്കിൽ അവര് വീഡിയോ കോൾ ചെയ്താൽ ഒന്നിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. കാരണം നിന്നെപ്പോലെ തന്നെ ഇവനും ആ വീട്ടിലെ കുട്ടിയാണെന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചില്ല. ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞു എന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കുട്ടിയെ വിളിച്ചല്ലോ. അതുപോലെ നിനക്ക് നിന്റെ അനിയനെ വിളിക്കാമല്ലോ. ഇവിടെ ആരും എടുക്കുന്നില്ല. അന്ന് നിങ്ങൾ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേന് എന്റെ വീട്ടുകാരെ അത്രത്തോളം നീ അത് പറഞ്ഞ് സൈനികത്തിന് ഏറ്റി കൊടുത്തിട്ട് പോലും എന്റെ വീട്ടുകാർ ഒരു നിൽക്കാൻ നിങ്ങളോടോ നിങ്ങളുടെ സുധിച്ചേട്ട വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ഈ വീട് സ്ഥലവും ഈ തിരുമേനി എഴുതി തന്നിട്ട് തന്നെ ഇതും രാഹുലും കൂടെയാണ്, ഇച്ചൂരും കൂടെയാണ്. നിങ്ങൾ ഇച്ചുവിന് എപ്പം വേണേലും ഇവിടെ പോകുന്നുണ്ട്, വീടുണ്ട്, ഇച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്, ഇച്ചുവിന്റെ മൃദുവിന്റെ അവകാശപ്പെട്ട വീടാണ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് വിളിക്കണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാനോ, നിനക്ക് കാണാനുണ്ടോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കും. എങ്ങനെ വിളിക്കും? രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ കിച്ചു രേണുസുതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ എടുത്തായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചി എന്ന് പറയുന്ന വ്യക്തി ഫോൺ നിങ്ങൾക്ക് തന്നായിരുന്നോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോ അവൻ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോ നിങ്ങളോ നിങ്ങളുടെ ചേച്ചിയോ റിതപ്പനെ ഫോൺ കൊടുക്കുന്നുള്ളത് എന്താ ഉറപ്പ്? വല്ല ഉറപ്പുണ്ടോ? അഥവാ ഫോൺ കൊടുത്തെന്ന് വെച്ചോ, ആ കുഞ്ഞ് സംസാരിക്കുന്ന എന്താ ഉറപ്പ്? നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് അത്രയും നാള്, അതായത് അതിനു മുമ്പൊക്കെ റിതപ്പനെ കിച്ചുവിനെ കാണുമ്പോൾ ഉള്ള സന്തോഷവും കാര്യങ്ങളും ഒന്നും അതിനുശേഷം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവനൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. ആ ബ്ലോഗിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ആ കൊച്ചിനെ വിഷമിപ്പിച്ച് ആ കൊച്ചിന്റെ ഫേസിൽ ഒരു സന്തോഷേ ഇല്ലായിരുന്നു. അല്ലേ? അങ്ങനെയുള്ളിടത്ത് അവൻ എങ്ങനെ വിളിക്കും? അതേ ഞാൻ പറഞ്ഞോളൂ. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുവിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് നിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ബന്ധം അവര് രാവിലെ തന്നെ കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അപ്പോൾ ജോലി ചെയ്യാറുണ്ടല്ലോ. ഈ പോസ്റ്റ് ഇട്ട് എനിക്കത് സൈബർ ബുള്ളിങ് കാണാനാണെന്ന് എനിക്കറിയാം. അത് വിഷയമല്ല. അതുപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിടുമ്പോഴാണ്, ഞാൻ പല സത്യങ്ങളും പറയുമ്പോഴാണ് അത് നിന്നെ ചുറ്റുവിനെ സൈബർ ബുള്ളിങ്ങിന് നേതൃത്വം ഇട്ട് കൊടുത്തത് പറഞ്ഞാൽ എന്നെ അലക്കാൻ വേണ്ടി കുറെ എണ്ണം ബ്ലോഗേഴ്സ് ഇപ്പൊ തന്നെ ഈ പോസ്റ്റിന് തന്നെ ബ്ലോഗേഴ്സ് അലക്കുന്നുണ്ട് തന്നെ. മനസ്സിലായത്? എനിക്ക് വേണ്ടി ഇട്ടതാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കൊച്ചിന് വേണ്ടി ഇട്ടതാണ് മനസ്സിലാവില്ല, അതൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും ആരുമില്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ കിടന്നോണ്ട് ക്യാൻസർ ആണെങ്കിലും ഞാൻ എന്റെ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ എന്റെ കൊച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റും കൊടുത്തു. ഞാൻ എന്റെ കൊച്ചിന് കേക്കും ഞാൻ കേക്കും മേടിച്ചു വൈകിട്ട് ബർത്ത്ഡേ ബ്ലോഗും ഞാൻ. കാരണം എനിക്ക് എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. എത്ര ക്യാൻസർ ആണെന്ന് പറഞ്ഞാലും എത്ര കിടന്നെന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടാൻ പറ്റില്ല. മനസ്സിലായി? എന്ത് സാമ്പത്തികമാണ് ഞാൻ അവന്റെ സ്വന്തം അമ്മയാണ്. അപ്പോൾ നീ അവന്റെ സ്വന്തം ചേട്ടനാണെന്ന് നീ മനസ്സിലാക്കുക. കാരണം കൊല്ലസുതിരെ രക്തത്തിൽ പിറന്ന രണ്ട് മക്കളെ ഉള്ളൂ, ഇച്ചുവും ഋതുവും. അപ്പൊ നിങ്ങൾ ചേട്ടനും അനിയനുമാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല അവരെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ ഇന്ന് വരെ നോക്കുന്നത്. എന്റെ ബന്ധമാണ്, എനിക്ക് ബന്ധമില്ല. ഇതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇതൊരു വീഡിയോ ആക്കി ചെയ്തു വച്ചേക്കുന്നത്? നിങ്ങൾക്ക് വിഷയമേ അല്ലെങ്കിൽ അതങ്ങ് വിട്ടാ പോരെ. ഇത് അത് ചെയ്യാതെ വീഡിയോ ആയിട്ട് വിടേണ്ട ആവശ്യം എന്തുവായിരുന്നു? ഞാൻ ഒരിക്കലും ഋതുവിനോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായത്? അപ്പം ഋതുവിനോട് സ്നേഹമുള്ളതാണെങ്കിൽ നീ വന്ന് അവരെ കാണുകയും ഇഷ്ടം വെച്ചു കൊടുക്കണം. അല്ലാതെ ഈ പോസ്റ്റ് ഇട്ട് എന്നെ സൈബർ ബുള്ളിങ്ങിന് വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമില്ല. രാഹുൽ ഇപ്പോഴും ഞാൻ പറയാണ്, ഇത് എന്റെ വീടല്ല, ഋതുവിന്റെ രാഹുലിന്റെ വീടല്ല. രാഹുലിന് എപ്പം ഇവിടെ ആരും ഞങ്ങൾ എന്റെ വീട്ടുകാരും എതിർപ്പും പറഞ്ഞിട്ടില്ല. എതിർപ്പ് ഇന്നും നീ വന്ന എന്റെ വീട്ടുകാരും ഞാൻ സന്തോഷത്തോടുകൂടി ഈ കൊച്ചിനെ കാണാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്യും, സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യും. അല്ലാതെ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ ബുള്ളിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയയിൽ കൂടെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ നേരിട്ട് ഇന്ന് വരെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല, എന്റെ വീട്ടുകാരുമായിട്ട് എനിക്കുണ്ടായിട്ടില്ല. നീ പറഞ്ഞതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഞാനും എന്റെ വീട്ടുകാരും ഭാഗത്താണ്. അത്രേ ഉള്ളൂ. ഇപ്പോഴും നിനക്കറിയാം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ പൊന്നു
അല്ലെങ്കിൽ വീട്ടുകാരെ കയറ്റി വെച്ച് കയറ്റാൻ എന്തിനാ നിന്റെ വീട് തന്നെയാണ്. ഇവിടെ ആരും നിന്നെ മുഖം കറപ്പിക്കുന്നത് നിനക്കും അറിയില്ല, ഞാനും അങ്ങനെയാണെന്ന് നിനക്കറിയാം. എന്തൊക്കെ പറഞ്ഞത് എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഞാനും. മനസ്സിലായാലും അപ്പം എന്റെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ബ്ലോഗ് അല്ല, ഇതിനെ നമ്മൾ റിയാക്ഷൻ വീഡിയോ എന്ന് പറയും. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. കിച്ചുവിന്റെ അടുത്ത് പറയാനുള്ളത്, പോകുമ്പോ തന്നെ ഫോൺ ഓണാക്കി വെക്കുക. ഇവരുടെ തനി കോണം എല്ലാരും കൂടെ അറിയട്ടെ. പക്ഷെ ഇവരറിയരുത് കേട്ടോ, ലൈവിലാണ്. അല്ലെങ്കിൽ ലൈവ് ഓണാക്കി വെച്ചാൽ മതി. ഇവരറിയരുത് കിച്ചു ലൈവിലാണ്, ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊന്നും ഒന്നും അറിയരുത്. അപ്പൊ നാച്ചുറലായിട്ട് പോകുന്ന പോലെ പോണം. അപ്പൊ അറിയാൻ പറ്റും എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ കാണുന്നു, സന്തോഷമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. കേട്ടോ, പോവാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ശരി, എന്നാ ടാറ്റ.